ആ സെഷൻ തന്നെ ഒന്നുകൂടി എടുക്കുകയാണ്. സോ വെൽക്കം to introduction to JavaScript session. Yeah, ഒരു സെക്കൻഡ് ഞാൻ ഓക്കെ. സോ നമ്മൾ ജാവാസ്ക്രിപ്റ്റിന് ജസ്റ്റ് കുറച്ച് ബേസിക് കാര്യങ്ങൾ മാത്രമേ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. സോ ഫസ്റ്റ് ജാവാസ്ക്രിപ്റ്റ് ഇന്നത്തെ കണ്ടന്റിന്റെ ഔട്ട്ലൈൻ ആണ് ഇന്ന് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളുടെ ഒരു സമ്മറിയാണ് സ്റ്റാർട്ടിങ് തരുന്നത്. ജസ്റ്റ് ജാവാസ്ക്രിപ്റ്റ് എന്താണ്, നമ്മൾ ജാവാസ്ക്രിപ്റ്റ് എവിടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ജാവാസ്ക്രിപ്റ്റിന്റെ ഒരു ചെറിയൊരു ഹിസ്റ്ററി, പിന്നെ നമ്മൾ ഡെവലപ്പർ കൺസോളിൽ എങ്ങനെ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് റൺ ചെയ്യും, ജാവാസ്ക്രിപ്റ്റ് റൺ ചെയ്യുന്നത് എങ്ങനെയാണ്, അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങളും, പിന്നെ ഡേറ്റ ടൈപ്സ്, അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് ജാവാസ്ക്രിപ്റ്റ് എന്താണ് എന്ന് പറയുമ്പോൾ, ജാവാസ്ക്രിപ്റ്റ് ഒരു വെബ് മോസ്റ്റ് മേജറായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു വെബ് ബേസ്ഡ് എൻവയൺമെന്റിൽ കോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ജാവാസ്ക്രിപ്റ്റ്. ഇതിന്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ, ഇത് പണ്ട് ലൈവ് സ്ക്രിപ്റ്റ് എന്നായിരുന്നു ഇതിന്റെ പേര്. അതിനെ പിന്നെ സ്റ്റാൻഡർഡൈസ് ചെയ്ത് ഇപ്പം ES സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ എക്മാ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിന്റെ പേര് പറയുന്നത്. സോ അത് ജാവാസ്ക്രിപ്റ്റ് സ്റ്റാൻഡർഡൈസ് ചെയ്ത ഒരു ബോഡിയാണ് എക്മാ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞൊരു ഇന്റർനാഷണൽ ബോഡിയാണ് ജാവാസ്ക്രിപ്റ്റിന്റെ സ്റ്റാൻഡേർഡ്സും അതിന്റെ സ്റ്റൈലും പ്രൊസീജിയേഴ്സും ഒക്കെ ഡിഫൈൻ ചെയ്തേക്കുന്നത്. സോ ജാവാസ്ക്രിപ്റ്റ് എവിടൊക്കെ യൂസ് ചെയ്യുന്നു, നമുക്ക് അതിന്റെ എൻഡ് യൂസിങ് അറിഞ്ഞാല് നമ്മളത് കോഡ് ചെയ്തിട്ടൊക്കെ കാര്യമുള്ളൂ. സോ അത് നമ്മൾ ബേസിക് ആയിട്ട് ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത് ഒരു വെബ്സൈറ്റിനെ ഇന്ററാക്റ്റീവ് ആക്കാനായിട്ട്, അല്ലെങ്കിൽ വെബ് സെർവേഴ്സ് ഉണ്ടാക്കാനായിട്ട്, ഗെയിംസ് ഉണ്ടാക്കാനായിട്ട്, ചില കോഡ് എഡിറ്റേഴ്സ്, ഇപ്പം ചില കോഡ് എഡിറ്റർ ആറ്റം, അത് കോഡ് ചെയ്തേക്കുന്നത് ഫുള്ളായിട്ട് ജാവാസ്ക്രിപ്റ്റിലാണ് കോഡ് ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് സ്പേസ് എക്സിന്റെ ഒരു മിഷൻ ഉണ്ടായിരുന്നു, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ പേലോഡ് എത്തിക്കേണ്ട മിഷനിൽ അതിന്റെ ഫ്രണ്ട് ടച്ച് പാനലിന്റെ ഫുൾ UI ചെയ്തത് ജാവാസ്ക്രിപ്റ്റ് ബേസ്ഡ് ഒരു സിസ്റ്റം വെച്ചിട്ടായിരുന്നു. സോ ജാവാസ്ക്രിപ്റ്റിന് ഇപ്പോഴത്തെ ഒരു സിനാരിയോയില് ഒത്തിരി ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഈ ഫ്രണ്ട് എൻഡ് ഏരിയയിൽ തന്നെ നല്ലൊരു ആപ്ലിക്കേഷൻ റേഞ്ച് ഉള്ള ഒരു ലാംഗ്വേജ് ആണ് ജാവാസ്ക്രിപ്റ്റ്. ജാവാസ്ക്രിപ്റ്റിന്റെ ഇപ്പം വെബിൽ തന്നെ ഫ്രണ്ട് എൻഡിന് വേണ്ടി പല ഫ്രെയിം വർക്ക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ ബാക്ക് എൻഡില് അല്ലെങ്കിൽ വെബ് സെർവറിൽ ഓടുന്ന കോഡിന് വേണ്ടിയിട്ട് പല ഫ്രെയിം വർക്ക്സും പല ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഈ പറഞ്ഞ യൂസേഴ്സിന് എല്ലാത്തിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഫ്രെയിം വർക്ക്സും അതിന് യൂസർ ഫ്രണ്ട് അതിൽ കോഡ് ചെയ്യാനുള്ള എളുപ്പത്തിനായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ അതിലുണ്ട്.
സോ ഒരു ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് ആദ്യം ലൈക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് ബ്രെൻഡൻ ഐച്ച് എന്ന് പറഞ്ഞൊരു കമ്പ്യൂട്ടർ സയന്റിസ്റ്റ് ആണ് 1995. പുള്ളിക്കാരൻ നെറ്റ്സ്കേപ്പിന് വേണ്ടി വർക്ക് ചെയ്യുന്ന സമയത്താണ് ഇത് ചെയ്യുന്നത്. അപ്പം നെറ്റ്സ്കേപ്പ് നാവിഗേറ്റർ ആയിരുന്നു ലൈക്ക് ഫസ്റ്റ് വെബ് ബ്രൗസർ. സോ അതിന്റെ സെക്കൻഡ് എഡിഷനിലാണ് ജാവാസ്ക്രിപ്റ്റ് ആദ്യമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പം ആ ഒരു ടൈമിലാണ് ഈ ബ്രെൻഡൻ ഈ ജാവാസ്ക്രിപ്റ്റ് കോഡ് ചെയ്യുന്നത്. അതിന്റെ ഒറിജിനൽ പേര് ലൈവ് സ്ക്രിപ്റ്റ് എന്നായിരുന്നു അതിനെ ഇനീഷ്യലി നെയിം ചെയ്തിരുന്നത്. പിന്നെ അതിനെ എക്മ സ്ക്രിപ്റ്റ്, ECMA സ്ക്രിപ്റ്റ് അതിപ്പോ ലേറ്റസ്റ്റ് ആക്കി. അതിനിടയ്ക്ക് അത് ലൈവ് സ്ക്രിപ്റ്റ് മാറ്റിയിട്ട് ജാവാ സ്ക്രിപ്റ്റ് എന്ന് നെയിമിംഗ് ആക്കി. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ആ ടൈമിൽ 1995 പോപ്പുലർ ആയിട്ടുള്ള മറ്റ് ലാംഗ്വേജ് ആയിരുന്നു ജാവ എന്ന് പറഞ്ഞത്. അപ്പം ജാവ പോപ്പുലർ ആയിരുന്നത് കൊണ്ട് ആ ഒരു പോപ്പുലാരിറ്റി വെച്ചുകൊണ്ട് ജാവാ സ്ക്രിപ്റ്റും കൂടെ കയറി പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവര് ആ കമ്പനി പർപ്പസ്ഫുള്ളി ലൈവ് സ്ക്രിപ്റ്റിനെ ജാവാ സ്ക്രിപ്റ്റ് എന്ന് പേരിട്ടത്. ജാവയും ജാവാ സ്ക്രിപ്റ്റും തമ്മിൽ ഒരു ബന്ധവുമില്ല, കുറെ കാര്യങ്ങൾ വ്യത്യാസമുണ്ട്. എന്നാലും ആ ഒരു പബ്ലിസിറ്റി മാറ്റേഴ്സിന് വേണ്ടി മാത്രം പേര് ജാവാസ്ക്രിപ്റ്റ് എന്നാക്കി. ഇപ്പോഴത്തെ ജാവാസ്ക്രിപ്റ്റ് വേർഷൻസും ജാവാസ്ക്രിപ്റ്റിന്റെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്ന ഇതാണ് എക്മ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞൊരു ബോഡി. അപ്പം എക്മ ഇന്റർനാഷണൽ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നു. അവര് ഓരോ വർഷം പുതിയ പുതിയ വേർഷൻ ഇറങ്ങുമ്പോൾ അതിന്റെ പേര് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പം ജാവാസ്ക്രിപ്റ്റിനെ അത് പിന്നീട് റീനെയിം ചെയ്തിട്ട് എക്മ സ്ക്രിപ്റ്റ് എന്നാക്കി. അപ്പം ഇപ്പം 2015 ആ ടൈമിലൊക്കെ ഇറങ്ങുന്ന ജാവാസ്ക്രിപ്റ്റ് വേർഷന് ആ വേർഷൻ നെയിം വെച്ചിട്ടായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം ES5 എക്മ സ്ക്രിപ്റ്റ് 5 അല്ലെങ്കിൽ ES6. അപ്പം ES5 ES6 അങ്ങനെ ഈ എക്മ സ്ക്രിപ്റ്റിന്റെ വേർഷൻ വെച്ചിട്ടായിരുന്നു ജാവാസ്ക്രിപ്റ്റിന്റെ വേർഷൻ കുറച്ചു കാലം പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേന് എക്മ സ്ക്രിപ്റ്റ് ആ നമ്പർ മാറ്റിയിട്ട് ഇയറിന്റെ നെയിം വെച്ചിട്ട് പറയാൻ തുടങ്ങി. ഇപ്പോഴത്തെ വേർഷൻസ് എന്ന് പറഞ്ഞാൽ ES 2017, ES 2018 അങ്ങനെ ലേറ്റസ്റ്റ് വേർഷൻ ഇറങ്ങുമ്പോൾ ഇപ്പം ഏത് വർഷമാണ് ഇറങ്ങിയത് ആ വർഷത്തിന്റെ നെയിം വെച്ചിട്ടാണ് ഇപ്പോഴത്തെ പ്രസന്റ് നെയിമിംഗ് കൺവെൻഷൻ അവർ ഫോളോ ചെയ്യുന്നത്. സോ നമുക്ക് ഏറ്റവും എളുപ്പമായിട്ട് ജാവാസ്ക്രിപ്റ്റ് കോഡ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഡെവലപ്പർ കൺസോളിലാണ്. ഡെവലപ്പർ കൺസോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രൗസറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്പെക്ട് എടുക്കുകയാണെങ്കിൽ അതിൽ ഇതേപോലെ ഒരു വിൻഡോ വരും. സോ ഇതിന്റെ കൺസോൾ, ഈ കൺസോൾ എന്ന് പറഞ്ഞ എല്ലാവരും കാണാം, ക്ലിയർ ആണോ? ആണ് ക്ലിയർ. ഫോണ്ട് വലുതാക്കാം. സോ ഈ കൺസോളിൽ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് റൺ ചെയ്യാൻ പറ്റും. സപ്പോസ് ഇപ്പം ഞാൻ ഇവിടെ ഒരു ബേസിക് ആയിട്ട് ഒരു അലേർട്ട് ഒരു കോഡ് എഴുതിയാൽ നമ്മളിപ്പം ആ ഒരു പേജിൽ ആ ഒരു ടാബിൽ ഈ ജാവാസ്ക്രിപ്റ്റ് റൺ ചെയ്തിട്ട് ആ ഒരു അലേർട്ട് ഇവിടെ കാണിക്കുന്നു. അപ്പം ജാവാസ്ക്രിപ്റ്റ് ഏറ്റവും ബേസിക് ആയിട്ട് ഏറ്റവും എളുപ്പമായിട്ട് റൺ ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ഈ ഡെവലപ്പർ കൺസോളിൽ എന്ന് പറയുന്നത്. അപ്പം ഏതെങ്കിലും ഒരു വെബ്സൈറ്റിന്റെ UI ജാവാസ്ക്രിപ്റ്റ് റൺ ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു വെബ്സൈറ്റിന്റെ കൺസോൾ എടുത്തിട്ട് ജാവാസ്ക്രിപ്റ്റ് കോഡ് എഴുതിയ ആ UI നമുക്ക് ജാവാസ്ക്രിപ്റ്റ് റൺ ചെയ്യാൻ പറ്റും. അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മളിപ്പം ഈ ഒരു വെബ്സൈറ്റ് എടുത്തു. ഓക്കെ, ജസ്റ്റ് ഒരു റാൻഡം വെബ്സൈറ്റ് ആണ്. അപ്പൊ ഇതിന്റെ ഇൻസ്പെക്ട് എടുത്തിട്ട് കൺസോളിൽ പോയിട്ട് ഞാൻ ഈ ഒരു കോഡ് എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല,
നമുക്ക് ജാവാസ്ക്രിപ്റ്റിന്റെ ഒരു കേപ്പബിലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇപ്പം ഞാൻ ഈ ഒരു കോഡ് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് എൻ്റർ അടിക്കുമ്പം ഇവിടുത്തെ എന്താ ഈ ലോക്കൽ വേർഷനിലുള്ള ഈ ഒരു ഇതിന്റെ കളർ മാറി. ഇതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മൾ ഈ വെബ്സൈറ്റിൽ നമ്മൾ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുമ്പോൾ ആ വെബ്സൈറ്റിന്റെ ഒരു ലോക്കൽ പേജ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ലോക്കൽ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യാണ്. അപ്പം അതിനകത്ത് നമ്മുടെ ബ്രൗസറിൽ സ്റ്റോർ ചെയ്യണം. അപ്പൊ ആ ബ്രൗസറിന്റെ ഈ കൺസോളിൽ നമ്മൾ എന്തെങ്കിലും ജാവാസ്ക്രിപ്റ്റ് എഴുതുമ്പം ഈ വെബ്സൈറ്റിന്റെ ഈ UI-ലാണ് അത് അഫക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ജസ്റ്റ് ഒരു ജാവാസ്ക്രിപ്റ്റ് ഇവിടെ എഴുതുമ്പോൾ നമ്മൾ ഈ ഒരു UI-ൽ അഫക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് ലോക്കലായിട്ട് മാത്രമാണ് അഫക്ട് ചെയ്യുന്നത്. ഇപ്പം ഈ പേജ് വീണ്ടും റിഫ്രഷ് ചെയ്താൽ ഇറ്റ് വിൽ ഗോ ബാക്ക് ടു ഹൗ ഇറ്റ് വാസ്. സോ അതിനൊരു എഫക്റ്റും കാണത്തില്ല. നമ്മുടെ ലോക്കൽ കോപ്പിക്ക് മാത്രമേ ഇവിടെ നിന്ന് കൺസോളിൽ ചെയ്ത് എന്തെങ്കിലുമൊക്കെ എഡിറ്റ് ചെയ്യാനുള്ള ഇത് വരത്തുള്ളൂ. സോ നമ്മൾ ജസ്റ്റ് ഉദ്ദേശിച്ചത് മാത്രമേ ഉള്ളൂ. ജാവാസ്ക്രിപ്റ്റ് ഏറ്റവും ഈസി ആയിട്ട് റൺ ചെയ്യാൻ പറ്റുന്ന ഒരു എൻവയൺമെന്റ്, ഏറ്റവും പെട്ടെന്ന് റൺ ചെയ്ത് അതിന്റെ അന്നേരം തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു എൻവയൺമെന്റ് നമുക്ക് ഈ കൺസോളിൽ നമുക്ക് കിട്ടും. ഇത്രയും പറഞ്ഞതിൽ ലൈക്ക് എന്തെങ്കിലും ഡൗട്ട്, എനിത്തിങ്? ഇല്ല സർ, ഡൗട്ട് ഇല്ല. ഓക്കെ, സോ ഡേറ്റ ടൈപ്സ്. നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ഒരു ലൂസ്ലി ടൈപ്ഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. എന്ന് പറയുമ്പം ഇപ്പം ഒരു C അല്ലെങ്കിൽ CPP ഒക്കെ എടുക്കുവാണെങ്കിൽ നമുക്ക് ഓരോ ഡേറ്റ ടൈപ്പിനും ഓരോ വേരിയബിളിനും ഒരു പർട്ടിക്കുലർ ഡേറ്റ ടൈപ്പ് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്കത് അതിനകത്ത് ടൈപ്പ് ചെയ്യാനും റൺ ചെയ്യാനും പറ്റത്തുള്ളൂ. പക്ഷെ ജാവാസ്ക്രിപ്റ്റിന്റെ കേസിൽ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഒരു ഡേറ്റ ടൈപ്പോ അങ്ങനൊന്നുമില്ല. നമുക്ക് ആകെ ലൂസായിട്ട് കിടക്കുന്ന 5 ഡേറ്റ ടൈപ്പ് ആണ് ഉള്ളത്. ഒന്ന് നമ്പർ, സ്ട്രിംഗ്, ബൂലിയൻ, അൺഡിഫൈൻഡ്, നൾ. സോ ഇതിന്റെ എല്ലാത്തിന്റെ ഓരോന്നായിട്ട് എക്സാമ്പിൾ പറയാം. ഫസ്റ്റ് നമ്മൾ വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യുന്ന വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു ടേം അതിനകത്ത് എന്തെങ്കിലും വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കീവേഡിനാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത്. ഈ വേരിയബിളിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഓരോ ടൈം കഴിയും തോറും ആ വാല്യൂ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കാം. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു വേരിയബിൾ A എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ എനിക്ക് അതിന്റെ വാല്യൂ i എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പം ഞാൻ എ എന്ന് കൊടുത്താൽ അതിന്റെ റിസൾട്ട് ഹൈ എന്ന് വരും. പക്ഷെ ഇനി ഇതിന്റെ വാല്യൂ എനിക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ A is equal to hello എന്ന് കൊടുത്താൽ അതിന്റെ വാല്യൂ ചേഞ്ച് ആയി. അപ്പം ഇതൊരു വേരിയബിൾ ആയതുകൊണ്ട് ഇതിന്റെ വാല്യൂ ഈ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വാല്യൂ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. നമുക്ക് വേരിയബിൾസിന്റെ നെയിമിങ് എന്ന് വെച്ചാൽ നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് വലിയ പ്രൊജക്ട്സിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ. കാരണം നമ്മൾ ഇപ്പൊ എന്തെങ്കിലും ഒരു കോഡ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ചെയ്തിട്ട് പോയിട്ട് വേറൊരാൾ വന്ന് വർക്ക് ചെയ്യുമ്പം ആൾക്ക് ചിലപ്പം ആ വേരിയബിൾ എന്തിനാണ് യൂസ് ചെയ്തതെന്ന് മനസ്സിലാവത്തില്ല. അപ്പൊ നമ്മൾ റാൻഡം ആയിട്ട് നെയിമിങ് ചെയ്ത് കഴിയുമ്പം ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വേരിയബിളിന്റെ നെയിം അതിന്റെ യൂസ് നമുക്ക് മനസ്സിലാവത്തില്ല. സോ ജനറൽ കേസിൽ ഒരു വേരിയബിളിന്റെ നെയിം ചെയ്യുമ്പം കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടാണ് നമ്മൾ സാധാരണ നെയിം ചെയ്യുന്നത്. അതേപോലെ നെയിമിങ്ങിൽ വേരിയബിൾ നെയിം ചെയ്യാനായിട്ട് ഡിഫറെന്റ് സ്റ്റൈൽസ് ഉണ്ട്. ഇപ്പം മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റൈൽ ഓഫ് നെയിമിംഗ് ആണ് ക്യാമൽ കേസ് സ്റ്റൈലിംഗ് എന്ന് പറയുന്നത്. ക്യാമൽ കേസ് എന്ന് പറയുമ്പം ഇപ്പം ഫസ്റ്റ് ക്യാരക്ടർ
സ്മോളും നമുക്ക് എവിടാണോ ഇപ്പം സ്പേസ് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദിസ് ഇസ് നോട്ട് എ നമ്പർ. ഇവിടെ ഓരോ ചേഞ്ച് വരുന്ന സ്ഥലത്ത് ഞാൻ ക്യാപിറ്റൽ കൊടുത്തു. അപ്പം ഈ ടൈപ്പ് ഓഫ് നെയിമിങ്ങിനെയാണ് നമ്മൾ ക്യാമൽ കേസ് നെയിമിംഗ് എന്ന് പറയുന്നത്. സോ ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ലൈക്ക് നമുക്ക് നോക്കുമ്പോൾ തന്നെ ഇതിന്റെ മീനിങ് എന്താണ്, ആ വേരിയബിൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്, അതിന്റെ ടൈപ്പ് എന്താണെന്നൊക്കെ നമുക്ക് പേര് കൊണ്ട് തന്നെ ചില സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് നമ്മൾ നെയിമിങ് ചെയ്യുമ്പം ലൈക്ക് വേരിയബിൾ നെയിം ഒക്കെ കൊടുക്കുമ്പം കുറച്ച് നന്നായിട്ട് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് കൊടുക്കണം. ദെൻ നമ്പേഴ്സ്. സോ ഞാൻ പറഞ്ഞതുപോലെ സി അല്ലെങ്കിൽ C++ അങ്ങനത്തെ ലാംഗ്വേജസിൽ നമ്പേഴ്സിന് തന്നെ പല കാറ്റഗറി ഉണ്ട്. ഇൻറ്റ്, ഡബിൾ, ഫ്ലോട്ട് അങ്ങനൊക്കെ. പക്ഷെ ജാവാസ്ക്രിപ്റ്റിൽ ഈ നമ്പർ മാത്രമേ ഉള്ളൂ. അതിന് ടൈപ്പും പ്രത്യേകിച്ചൊന്നുമില്ല. ജസ്റ്റ് ഏതെങ്കിലും ഒരു വേരിയബിൾ നെയിം കൊടുത്തിട്ട് നമ്പർ കൊടുത്താൽ ആ ഒരു വേരിയബിളിന് ബൈ ഡിഫോൾട്ട് നമ്പർ എന്ന് പറഞ്ഞ ടൈപ്പ് അങ്ങ് അസൈൻ ചെയ്യുവാണ് ഓൺ ദ ഫ്ലൈയിൽ. സോ അതുകൊണ്ടാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റിനെ ഒരു ലൂസ്ലി ടൈപ്ഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞത്. കാരണം ഈ വേരിയബിളിന് എന്ത് ടൈപ്പ് വേണമെങ്കിലും ലൈക്ക് ഡൈനാമിക് ആയിട്ട് മാറിക്കൊണ്ടിരിക്കാം. സോ ഇതിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നീട് പറയാം. സോ ഇപ്പം അരിത്മെറ്റിക് ഓപ്പറേഷൻസ് ആണെങ്കിൽ ലൈക്ക് അഡീഷൻ, സബ്ട്രാക്ഷൻ, ഇപ്പം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇപ്പൊ കൺസോളിൽ ചെയ്യുവാണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഇവിടെ തന്നെ ടൈപ്പ് ചെയ്ത നമ്പർ വേരിയബിൾ ആയിട്ടൊന്നും അസൈൻ ചെയ്യുന്നില്ല, ഡയറക്റ്റ് തന്നെ നമുക്ക് അതിന്റെ വാല്യൂസ് കിട്ടാൻ പറ്റും. ഇനി നമ്മളൊരു വെബ്സൈറ്റ് കോഡ് ചെയ്യുമ്പം യൂഷ്വലി നമ്മൾ കൺസോളിനേക്കാൾ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ജാവാസ്ക്രിപ്റ്റ് ഫയൽ നമ്മൾ ഒരു HTML ആയിട്ട് ലിങ്ക് ചെയ്യും. അതെങ്ങനെ ചെയ്യണം അതിനെപ്പറ്റി നമുക്ക് കുറച്ച് കഴിയുമ്പോൾ സംസാരിക്കാം. സോ ഈ വേരിയബിളിന്റെ നെയിം, അതിന്റെ വാല്യൂ, അരിത്മെറ്റിക് ഓപ്പറേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ ആണെങ്കിൽ ലൈക്ക് മൈനസ്, ഡിവിഷൻ യൂസ് ചെയ്യുന്നത് സ്ലാഷ്, മൾട്ടിപ്ലിക്കേഷന് ആസ്റ്ററിക്, പിന്നെ നമുക്ക് റിമൈൻഡർ കിട്ടണമെങ്കിൽ പെർസെൻറ്റേജ്. സോ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള അരിത്മെറ്റിക് ഓപ്പറേഷൻ ജാവാസ്ക്രിപ്റ്റ് ഉള്ളത്. കുറച്ചുകൂടെ ഹൈ ലെവൽ ആയിട്ടുള്ള ഓപ്പറേഷൻസും ഉണ്ട്. അതിന് നമ്മൾ ലൈക്ക് മാത്ത് എന്ന് പറഞ്ഞ ഒരു ജാവാസ്ക്രിപ്റ്റിനകത്ത് ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു ലൈബ്രറിയാണ്. സോ അതിനകത്ത് ഇപ്പം സ്ക്വയർ റൂട്ട് എടുക്കണമെങ്കിൽ ലൈക്ക് ഏത് നമ്പറിന്റെ ആണ് സ്ക്വയർ റൂട്ട് പറഞ്ഞു കൊടുത്താൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സ്ക്വയർ റൂട്ട്, അങ്ങനെ കുറെ ഫങ്ഷൻസ് ജാവാസ്ക്രിപ്റ്റിൽ ബൈ ഡിഫോൾട്ട് ആയിട്ട് ഇൻബിൽട്ട് ആയിട്ട് തന്നിട്ടുണ്ട്. സൈന്, കോസ്റ്റ്. സോ ഇതൊക്കെയാണ് അതിന്റെ ചെറുതായിട്ടുള്ള ഒരു എക്സാമ്പിൾ. ലൈക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഇപ്പം കുറെ ഫങ്ഷൻസ് അവർ ഇൻബിൽട്ട് ആയിട്ട് തരുന്നുണ്ട്. ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള നമ്പേഴ്സിനകത്തുള്ള ഓപ്പറേഷൻസ്, അരിത്മെറ്റിക് ഓപ്പറേഷൻസ് ആയിട്ടുള്ളത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ലൈക്ക് നമ്പേഴ്സ് ഓർ ഡെവലപ്പർ കൺസോളിലോ അല്ലെങ്കിൽ വേരിയബിൾസിലോ അങ്ങനെ എന്തെങ്കിലും? ഓക്കെ.
സോ സ്ട്രിങ്സ് ജാവാസ്ക്രിപ്റ്റിൽ സ്ട്രിങ്സിലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം വേരിയബിൾ കൊടുത്തിട്ട് അതിന്റെ വാല്യൂ നമുക്ക് ഡയറക്റ്റ് അവിടെ തന്നെ അങ്ങ് പറയാൻ പറ്റും. ഈ ജാവാസ്ക്രിപ്റ്റ് ലൂസ്ലി ടൈപ്ഡ് ആയതുകൊണ്ട് തന്നെ ഇപ്പം സ്ട്രിങ്സ് നമുക്ക് ഡൈനാമിക് ആയിട്ട് വരുമ്പം കുറച്ച് കുഴപ്പങ്ങൾ പറ്റാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇത് ഇപ്പം സ്ട്രിങ് ആണ്, പക്ഷെ നമ്മൾ ഈ സ്ട്രിങ്ങിന്റെ കൂടെ ഇപ്പൊ 5 എന്ന് പറഞ്ഞ് കൊടുത്താൽ 5 ഒരു ഇന്റീജർ ആണ് അല്ലെങ്കിൽ ഒരു നമ്പറാണ്. പക്ഷെ 5 എന്ന് കൊടുത്താൽ അത് ഓട്ടോമാറ്റിക്കലി ഈ നമ്പറിനെ ഒരു സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇതിനെ ഈ ഒരു പ്രശ്നം കാരണമാണ് നമ്മൾ സാധാരണ ജാവാസ്ക്രിപ്റ്റ് ഒന്നും ലൈക്ക് വലിയ ഡേറ്റ സെൻട്രിക് ആയിട്ടുള്ള ആപ്സിലൊന്നും ജാവാസ്ക്രിപ്റ്റ് നമ്മൾ സാധാരണ പ്രിഫർ ചെയ്യത്തില്ല. കാരണം അത് ഡേറ്റ ടൈപ്പിന് ഓട്ടോമാറ്റിക് ആയിട്ട് ചേഞ്ച് ചെയ്യും. സോ അതൊരു ലൂസ്ലി ടൈപ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയതുകൊണ്ടാണ് ജാവാസ്ക്രിപ്റ്റ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇപ്പം സ്ട്രിങ്സിൽ ഓപ്പറേഷൻസ് ആണെങ്കിൽ ഇപ്പം ഒരു സ്ട്രിങ്ങിന് 2 സ്ട്രിങ് ഉണ്ടെന്ന് വെച്ചോ. ഇപ്പം എ എന്ന് പറഞ്ഞ സ്ട്രിങ്ങിനകത്ത് നമ്മളൊരു വാല്യൂ കൊടുത്തു എച്ച് എന്നുള്ളത്. ബിയിൽ നമ്മൾ LLO എന്ന് പറഞ്ഞൊരു വാല്യൂ കൊടുത്തു. അപ്പം 2 സ്ട്രിങ്ങിനെയും കൂടെ ജോയിൻ ചെയ്യണമെങ്കിൽ ലൈക്ക് എ പ്ലസ് ബി, സി കൊടുത്ത് അപ്പം സിയുടെ വാല്യൂ ഹലോ എന്നായി. അപ്പം ബേസിക്കലി ഒരു പ്ലസ് ഓപ്പറേറ്റർ വെച്ചിട്ട് നമുക്ക് 2 സ്ട്രിങ്ങിനെ കോൺകാറ്റിനേറ്റ് അല്ലെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം ഒരു നമ്പറിനെ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഡേറ്റ ടൈപ്പ് ചേഞ്ച് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ സിയുടെ കൂടെ ഞാൻ നമ്മൾ നേരത്തെ ഒരു എസ് പറഞ്ഞായിരുന്നു, നേരത്തെ ഡിഫൈൻ ചെയ്തായിരുന്നു. അപ്പൊ അത് നമ്മൾ ആഡ് ചെയ്യണമെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് എല്ലാത്തിനെയും കൂടെ ഒറ്റ സ്ട്രിങ് ആയിട്ട് മാറ്റും. സോ അതാണ് ജാവാസ്ക്രിപ്റ്റിന്റെ ഒരു നെഗറ്റീവ്. ഇനി ജാവാസ്ക്രിപ്റ്റിന്റെ വേറൊരു ഇതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു സ്ട്രിങ്ങിനെ ജാവാസ്ക്രിപ്റ്റ് കാണുന്നത് ഒരു അറേ ഓഫ് ക്യാരക്ടേഴ്സ് ആയിട്ടാണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഓരോ എലമെന്റിനെയും അല്ലെങ്കിൽ ഓരോ ക്യാരക്ടറിനെയും നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കാൻ പറ്റും. ഇപ്പം ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ ഇപ്പം 0th പൊസിഷനിലുള്ള ക്യാരക്ടറിനെ ഞാൻ എടുത്താൽ ഇപ്പം സി ഇതാണ്, സിക്ക് ഹലോ ആണ് വാല്യൂ. അപ്പം ഹലോയില് എച്ച് മാത്രം നമുക്ക് കിട്ടും. സോ ബാക്കിയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് പോലെ തന്നെ ഇതിന്റെ വാല്യൂ 0 തൊട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്. സോ 0, 1, 2, 3, 4. സോ അങ്ങനെയാണ് ഇൻക്രിമെന്റ് ആയി പോകുന്നത്. സോ ദാറ്റ് ഇസ് ഈ സ്ട്രിങ്ങിന്റെ ഇൻഡെക്സിങ്. പിന്നെ ഉള്ളൊരു പോയിന്റ് എന്ന് വെച്ചാൽ നമ്മൾ ചില സമയത്ത് ഇപ്പം ഏതെങ്കിലും വേരിയബിൾ കോൺകാറ്റിനേറ്റ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ വേരിയബിൾ ടൈപ്പ് ചെയ്യുന്ന സമയത്തോ സപ്പോസ് നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ലൈക്ക് ഒരു ഇൻവേർട്ടഡ് കോമ വല്ല ഇടുന്ന സമയത്താണെങ്കിൽ നമ്മൾ പിന്നെ ടൈപ്പ് ചെയ്യുന്ന സ്ട്രിങ്സ് ഒന്നും അത് എടുക്കൂല. അപ്പം അത് സംഭവിക്കാതിരിക്കാനാണ് നമ്മൾ ഒരു സ്പെഷ്യൽ ഓപ്പറേറ്റർ ഉണ്ട്, \/ യൂസ് ചെയ്ത \/ യൂസ് ചെയ്ത നമുക്ക് ആ ഒരു എസ്കേപ്പ് ആവുന്നത് നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റും. ഇത് എറർ വന്നെന്ന് വെച്ചാൽ നമ്മൾ വേരിയബിൾ കൊടുത്തു, വേരിയബിളിന് നെയിം കൊടുത്തില്ല. സോ ജസ്റ്റ് ഒരു നെയിം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഇൻവേർട്ടഡ് കോമ അതിനകത്ത് അഡീഷണൽ ആയിട്ട് വന്നു. സോ നമ്മളിപ്പം സ്പെഷ്യൽ ക്യാരക്ടർ സിംഗിൾ ഇൻവേർട്ട് കോമ
സിംഗിൾ ഇൻവേർട്ടഡ് കോളൻ അല്ലെങ്കിൽ ഇൻവേർട്ടഡ് കോളൻ അങ്ങനെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ \/ യൂസ് ചെയ്തിട്ട് ചെയ്താൽ നമ്മൾ ആ ഫുൾ സ്ട്രിങ് അതേപോലെ നമുക്ക് കിട്ടാൻ പറ്റും. ഇനി സ്ട്രിങ്ങിന്റെ കമ്പാരിസൺ. സോ ചില സ്പെഷ്യൽ ചില കേസസിൽ നമുക്ക് ചിലപ്പം 2-3 സ്ട്രിങ്സിനെ കമ്പയർ ചെയ്യേണ്ടി വരും. അങ്ങനത്തെ കേസിൽ ഇപ്പം കമ്പയർ ഇപ്പം ഫോർ എക്സാമ്പിൾ A equal to B. എയുടെ വാല്യൂ എന്തായിരുന്നു? HE ആയിരുന്നു കൊടുത്തിരുന്നത്. ബിയുടെ കേസിൽ LLO. സോ A equal to B എന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു കമ്പാരിസൺ ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂ ഫോൾസ് എന്ന് വരുന്നു. സോ കമ്പാരിസൺ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് നമ്പറിന്റെ കേസിലും കമ്പാരിസൺ ഉണ്ട്. സോ ഇപ്പം ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു ഇതാണ് ബേസിക് ആയിട്ടുള്ള കമ്പയർ ചെയ്യാനുള്ള ഓപ്പറേറ്റേഴ്സ്. സോ ഈ ഓപ്പറേറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ കമ്പാരിസൺ ചെയ്യുന്നത്. ഈ ഓപ്പറേറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. സോ ഇപ്പം ഈ ഒരു ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുമ്പം നമുക്ക് അതിന്റെ റെസ്പോൺസ് ആയിട്ട് വരുന്നത് ഒരു ട്രൂ അല്ലെങ്കിൽ ഒരു ഫോൾസ് എന്നായിരിക്കും വാല്യൂ റെസ്പോൺസ് ആയിട്ട് വരുന്നത്. അത് നമ്പറിന്റെ കേസിലും അങ്ങനെയാണ്, സ്ട്രിങ്ങിന്റെ കേസിലും അങ്ങനെ തന്നെയാണ്. സോ ഈ കേസിലാണെങ്കിൽ നമ്മൾ ഒരു കമ്പാരിസൺ ആണ് ചെയ്തത്, 2 സ്ട്രിങ് തമ്മിൽ കമ്പയർ ചെയ്തു. അപ്പം അത് ഈക്വൽ അല്ലാത്തത് കൊണ്ട് അത് ഫോൾസ് ആയിട്ട് വന്നു. ജാവാസ്ക്രിപ്റ്റിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാപിറ്റൽ കേസ് സെൻസിറ്റീവ് ആണ്. ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സും തമ്മിൽ കമ്പയർ ചെയ്താൽ അത് ഫോൾസ് ആയിരിക്കും വരുന്നത്. കാരണം ജാവാസ്ക്രിപ്റ്റിന്റെ കമ്പാരിസൺ കേസ് സെൻസിറ്റീവ് ആയിട്ടാണ് അത് ചെയ്തേക്കുന്നത്. ഹായ് രണ്ടിടത്ത് ഹായ് ആണെങ്കിലും ഇവിടെ ക്യാപിറ്റൽ ആയതുകൊണ്ട് ഇതിന്റെ റെസ്പോൺസ് ഫോൾസ് ആയിട്ട് വന്നു. ഇതിന്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ ഇങ്ങനെ ഒരു കമ്പാരിസൺ ചെയ്യുമ്പം അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു കോഡിനെ ഇപ്പം HI ഉള്ളതിനെ ഈ ഓരോ ക്യാരക്ടറിനെ അത് ആസ്കി ക്യാരക്ടറായിട്ട് മാറ്റും. ഇപ്പം ആസ്കി നോക്കുവാണെങ്കിൽ ആസ്കി വാല്യൂ ഓഫ് H ഇപ്പം 72 ആണ് ആസ്കി വാല്യൂന്റെ Hന്റെ ആസ്കി വാല്യൂ. ഓക്കെ, ക്യാപിറ്റൽ Hന്റെ വാല്യൂ 72 ആണ്. പക്ഷെ സ്മോൾ Hന്റെ വാല്യൂ 104 ആണ്. അപ്പൊ ഈ നമ്പർ വെച്ചിട്ടാണ് അത് കമ്പയർ ചെയ്യുന്നത്. അപ്പം എല്ലാ ക്യാരക്ടേഴ്സ്, എല്ലാ സ്ട്രിങ്ങിനെയും അതൊരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ആസ്കി കോഡുമായിട്ട് കമ്പയർ ചെയ്യും. എന്നിട്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ജാവാസ്ക്രിപ്റ്റിൽ സ്ട്രിംഗ് കമ്പാരിസൺ നടക്കുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ഒരു സ്ട്രിങ്ങിനെ ഒരു നമ്പർ വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. അത് ഇപ്പം ഈ ഒരു കേസ് നടത്തിയാൽ ഒരിക്കലും കറക്റ്റ് ആയിട്ടുള്ള ഒരു സാധനമല്ല. സപ്പോസ് ഇപ്പം നമ്മൾ Hന്റെ ആസ്കി വാല്യൂ നമ്മൾ നോക്കിയത് 072 ആണ്. അത് നമ്മളിവിടെ ഓക്കെ, പക്ഷേ ബേസിക് ഐഡിയ എന്ന് വെച്ചാൽ സ്ട്രിങ് ആയിട്ട് നമ്പറുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പം
അത് ആൻസർ റെസ്പോൺസും തരും. പക്ഷേ നമ്മൾ ഇപ്പം ഒബ്ജക്റ്റ് ഓറിയന്റഡ് ലാംഗ്വേജസ് ആയിട്ട് നോക്കുന്ന സമയത്ത് ഈ ഇങ്ങനൊരു കമ്പാരിസൺ തന്ന അത് ഓട്ടോമാറ്റിക്കലി അത് എക്സെപ്ഷൻ അടിച്ച് പോകത്തേ ഉള്ളൂ. കാരണം ഒരു നമ്പരും ഒരു സ്ട്രിങ്ങും ആയിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റുന്നതല്ല. സോ അതാണ് സ്ട്രിംഗ് കമ്പാരിസണിനെ പറ്റി ഉള്ളത്. അപ്പം ബേസിക്കലി ജാവാസ്ക്രിപ്റ്റ് ചെയ്യുന്നത് ആസ്കി കമ്പാരിസൺ ആണ്. ഓരോ ക്യാരക്ടറിനെ അത് ആസ്കി കോഡിലോട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആസ്കി കോഡിലോട്ട് ചേഞ്ച് ചെയ്തിട്ട് ആണ് അതിനെ കമ്പാരിസൺ ചെയ്യുന്നത്. സോ സ്ട്രിംഗ് കോൺകാറ്റനേഷൻ, സ്ട്രിംഗ് കമ്പാരിസൺ, ഈ ടോപ്പിക്സിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഓക്കെ, ഇല്ല സാർ. ഓക്കെ. സോ നമ്മൾ പറഞ്ഞതുപോലെ ഇപ്പം സ്ട്രിങ്സിൽ എന്തെങ്കിലും സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ \/ യൂസ് ചെയ്തിട്ട് ഇൻക്ലൂഡ് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ ഇപ്പം സിംഗിൾ കോട്ട് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ \/ സിംഗിൾ കോട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇപ്പം \/ യൂസ് ചെയ്തിട്ട് സിംഗിൾ കോട്ടോ ഡബിൾ കോട്ടോ അല്ലെങ്കിൽ ആൻഡോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ \/ യൂസ് ചെയ്തിട്ട് യൂസ് ചെയ്താൽ മതി. സോ ബൂലിയൻസ് നമ്മൾ ട്രൂ ഓർ ഫാൾസ്, നമ്മൾ ഇപ്പം ഏതൊരു കണ്ടീഷൻ ചെക്ക് ചെയ്താൽ നമുക്ക് അതിന് ഒരു റെസ്പോൺസ് ആയിട്ട് വരുന്നത് ഒരു ട്രൂ അല്ലെങ്കിൽ ഒരു ഫാൾസ് എന്ന് പറഞ്ഞൊരു വാല്യൂ ആയിരിക്കും. സോ ആ ഒരു ട്രൂ അല്ലെങ്കിൽ ഒരു ഫാൾസ് ഒരു വാല്യൂ വെച്ചിട്ടായിരിക്കും നമ്മൾ ചിലപ്പം ഏതെങ്കിലും കണ്ടീഷൻ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നോക്കുന്നത്. സോ ആ ഒരു ഡേറ്റ ടൈപ്പിനെയാണ് നമ്മൾ ബൂലിയൻ എന്ന് പറയുന്നത്. സോ ജാവാസ്ക്രിപ്റ്റിന്റെ കേസസിൽ ഇപ്പം 0 എന്ന് പറയുന്നത് ഒരു ഫാൾസ് ആയിട്ട് അതെടുക്കും, ട്രൂ എന്ന് പറയുന്നത് 1 ആയിട്ട് ചില സമയത്ത് എടുക്കും. സോ ബൂലിയൻ ട്രൂ ഫാൾസ് എന്ന സിംഗുലർ വാല്യൂ ആണെങ്കിൽ ഡിഫൈൻ ചെയ്യുന്നത് ട്രൂ. അപ്പം എയുടെ വാല്യൂ ബൂലിയൻ വാല്യൂ ട്രൂ ആണ്. ഇപ്പം ഇത് കമ്പയർ ചെയ്യുമ്പം ട്രൂവും 1ഉം ജാവാസ്ക്രിപ്റ്റിനും സെയിം ആണ്. അപ്പം ഇന്റിജർ 1ഉം ബൂലിയൻ ആയിട്ടുള്ള ട്രൂ വാല്യൂ ജാവാസ്ക്രിപ്റ്റ് അത് സിമിലർ ആയിട്ടാണ് കാണുന്നത്. സോ ഇപ്പം അതേപോലെയാണ് ഫോൾസും 0യും. സോ ഫോൾസ് ജാവാസ്ക്രിപ്റ്റിന്റെ കേസിൽ 0 എന്ന് വേണമെങ്കിലും പറയാം. സോ ബേസിക് ബൂലിയൻ എന്ന് പറഞ്ഞാൽ ട്രൂ ഓർ ഫാൾസ് വാല്യൂ, അത്രേ ഉള്ളൂ. ദെൻ നൾ, അൺഡിഫൈൻഡ്, നോട്ട് എ നമ്പർ. സോ ഈ 3 നമ്മൾ എററൊക്കെ അടിക്കുമ്പോൾ സ്ഥിരം കാണുന്ന ഒരു കലാപരിപാടിയാണ് ഈ 3. ഇതിന്റെ കാരണം എന്ന് വെച്ചാൽ, സപ്പോസ് ഇപ്പം ഒരു വേരിയബിൾ ഞാനൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇതിന്റെ വാല്യൂ ഞാൻ കൊടുത്തില്ല. വാല്യൂ ഞാൻ കൊടുക്കാത്തത് കൊണ്ട് അതിന്റെ വാല്യൂ അൺഡിഫൈൻഡ് ആയിട്ട് വന്നു. അപ്പൊ എനിക്ക് വാല്യൂ ഒന്നും ഇല്ലെന്ന് കൊടുക്കണമെങ്കിൽ ഇപ്പൊ ഞാൻ അതേ വാല്യൂ, ഇപ്പം ഇതിന്റെ വാല്യൂ എനിക്ക് ഒന്നുമില്ല എന്നാണ് അസൈൻ ചെയ്യുന്നതെങ്കിൽ ഞാൻ നള്ളെന്ന് കൊടുക്കും. അതിന്റെ വാല്യൂ നള്ളായി. സോ ബേസിക്കലി അൺഡിഫൈൻഡും നള്ളും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ, നമ്മൾ ഒരു വാല്യൂ അസൈൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് അൺഡിഫൈൻഡ് ആയിരിക്കും. ഇപ്പം ഒരു വേരിയബിളിന്
വാല്യൂ ഇല്ല എന്ന് പറയുന്നത് തന്നെ ഒരു വാല്യൂ ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഡെഫിനിഷൻ വേരിയബിളിന്റെ വാല്യൂ ഡെഫിനിഷൻ കൊടുക്കണമെങ്കിൽ അതിനാണ് നമ്മൾ നൾ യൂസ് ചെയ്യുന്നത്. സപ്പോസ് ഇപ്പം നമ്മൾ ചില കേസിൽ നമുക്ക് അരിത്മെറ്റിക് എക്സ്പ്രഷൻ സ്പെസിഫിക് ആയിട്ടുള്ള കേസസിലൊക്കെ നമ്മൾ ചിലപ്പം നമ്പർ മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. സോ ആ കേസിൽ നമ്മൾ സ്ട്രിങ് ഒക്കെ യൂസ് ചെയ്താൽ ഈ എറർ ഇതടിക്കും എന്ന് പറയുമ്പോൾ നോട്ട് എ നമ്പർ. കാരണം നമ്മൾ ഇവിടെ കൊടുത്തത്, ഈ ഫംഗ്ഷൻ നമ്മൾ കൊടുത്തത് വാല്യൂ സ്ട്രിങ് ആണ്, നമ്പറാണ് ഇവിടെ വേണ്ടത്. അപ്പം ആ ഒരു നമ്പർ വാല്യൂ നമ്മൾ നമ്പർ കൊടുക്കാഞ്ഞത് കൊണ്ടാണ് ഈ നോട്ട് എ നമ്പർ എന്നൊരു റെസ്പോൺസ് നമുക്ക് കിട്ടുന്നത്. സോ ഈ 3 കേസസ് ലൈക്ക് നള്ള്, അൺഡിഫൈൻഡ്, നോട്ട് എ നമ്പർ. ദെൻ ഇക്വാലിറ്റി. ഇപ്പൊ നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ കമ്പാരിസന്റെ കേസിൽ സ്ട്രിങ് ആയിട്ടുള്ള 1ഉം നമ്പർ ആയിട്ടുള്ള 1ഉം, സോ അത് കമ്പാരിസൺ. സ്ട്രിങ് ആയിട്ട് കൊടുത്താലും നമ്പർ ആയിട്ട് കൊടുത്താലും അതിന്റെ വാല്യൂ കമ്പയർ ചെയ്യുമ്പം അത് സെയിം ആയിട്ടാണ് കണക്കാക്കുന്നത്. സോ അത് ജാവാസ്ക്രിപ്റ്റിന്റെ ഒരു ഇതാണ്. പക്ഷെ നമ്മളിപ്പം സ്ട്രിങ്ങിനെ സ്ട്രിങ് ആയിട്ട് തന്നെ നോക്കണമെങ്കിൽ നമ്മൾ സ്ട്രിക്ട്ലി ട്രൂ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, എന്ന് പറയുമ്പോൾ സ്ട്രിക്ട്ലി ഈക്വൽ ടു. അപ്പം ആ ഒരു കേസിൽ വരുമ്പോൾ ഡിഫറൻസ് എന്ന് വെച്ചാൽ മറ്റേതില് ഇതില് 2 ഈക്വൽ ടു, സ്ട്രിക്ട്ലി ഈക്വൽ ആകുമ്പോൾ 3 ഈക്വൽ ടു യൂസ് ചെയ്യണം. സോ ബേസിക്കലി ആ സമയത്ത് ഈ ഡേറ്റ ടൈപ്പും കൂടെ നോക്കിയിട്ടാണ് റെസ്പോൺസ് നമുക്ക് തരുന്നത്. പിന്നെ നമ്മൾ ഇംപ്ലിസിറ്റ് ടൈപ്പ് നേരത്തെ പറഞ്ഞായിരുന്നു, എന്ന് വെച്ചാൽ ഒരു സ്ട്രിങ്ങിന്റെ കൂടെ ഒരു നമ്പർ ആണെങ്കിലും ആഡ് ചെയ്യാൻ പറ്റും. കാരണം അതിന് ആ ഒരു വേറൊരു ഡേറ്റ ടൈപ്പിനെ അത് സ്ട്രിങ്ങിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് അത് വേറൊരു സ്ട്രിങ് ആയിട്ട് അത് ഔട്ട്പുട്ട് ചെയ്യും. സോ അത് ജാവാസ്ക്രിപ്റ്റിന്റെ ഒരു ക്വാളിറ്റിയാണ്. പിന്നെ നമ്മൾ ഏറ്റവും ജനറലി നമ്മൾ യൂസ് ചെയ്യുന്നത് കമന്റ്സ് നമ്മൾ ജനറലി യൂസ് ചെയ്യും. സോ കമന്റ്സ് എന്ന് പറയുന്നത് ലൈക്ക് എന്തെങ്കിലും എഴുതിയാൽ ആ ഒരു ലൈന് ജാവാസ്ക്രിപ്റ്റ് കമ്പൈലർ റൺ ചെയ്തില്ല എന്ന് വെച്ചാൽ ബേസിക്കലി ആ കോഡ് എഴുതുന്ന സമയത്ത് കമന്റ് ചെയ്യുന്ന സമയത്ത് ആ കമന്റിനെ നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് കമ്പൈലർ എടുത്ത് കോഡിന്റെ കൂടെ റൺ ചെയ്യത്തില്ല. സോ നമുക്ക് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പം ഏതെങ്കിലും കോഡിന്റെ ഡോക്യുമെന്റേഷനോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് നമുക്കിത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ അത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്നത്. ലൈക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുമ്പം നമ്മൾ ജാവാസ്ക്രിപ്റ്റ് എന്താണ്, എന്തൊക്കെ യൂസസ് ജാവാസ്ക്രിപ്റ്റിന്റെ ഏതൊക്കെ യൂസ് ഉണ്ട്, ലൈക്ക് ചെറിയൊരു ഹിസ്റ്ററി ഓഫ് ജാവാസ്ക്രിപ്റ്റ്, ഒരു ഡെവലപ്പർ കൺസോളിൽ ജാവാസ്ക്രിപ്റ്റ് എങ്ങനെ റൺ ചെയ്യാം, ഡിഫറെന്റ് ഡേറ്റ ടൈപ്സ്, പിന്നെ അതിന്റെ കമ്പാരിസണ്, അതിന്റെ നമ്പേഴ്സിന്റെ ബേസിക് ഓപ്പറേഷൻസ്, പിന്നെ ഇക്വാളിറ്റി, അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള ജാവാസ്ക്രിപ്റ്റിന്റെ കുറച്ച് കുഴപ്പങ്ങൾ, പിന്നെ കമന്റ്സ് എങ്ങനെ ടൈപ്പ് ചെയ്യുന്നു. സോ ഇതായിരുന്നു ഇന്നത്തെ ബേസിക് ആയിട്ടുള്ളൊരു കണ്ടന്റ്. ഈ കണ്ടന്റിൽ ആർക്കെങ്കിലും ലൈക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ലൈക്ക് ചോദിക്കാം. Okay. So I hope like എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും ഇൻഫോർമേഷൻ കിട്ടിയെന്ന് ഞാൻ കരുതുന്നു.
ലൈക്ക് ഞങ്ങളുടെ വെബ്സൈറ്റിൽ പോയാൽ ലൈക്ക് ഡിഫറെൻറ്റ് കോഴ്സസും ലൈക്ക് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്കമിങ് സെഷൻസും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ വെബ്സൈറ്റിൽ തന്നെ ഉണ്ട്. ലൈക്ക് നിങ്ങളുടെ അറിയാവുന്ന ലൈക്ക് ഫ്രണ്ട്സിനെയും ഒക്കെ ഈ വെബ്സൈറ്റ് ത്രൂ സെഷൻസ് അറ്റൻഡ് ചെയ്യാൻ ലൈക്ക് ഇൻവൈറ്റ് ചെയ്യണം. Like I hope you learned something from this session, and yeah, it's free and open for everyone. So yeah, I hope this session was helpful for you. So yeah, thank you for joining. Yeah, നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. Okay. Okay, guys. Thank you for this session. Yeah. You're welcome, Vinu, Adarsh,